ഗൈസ്, ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യ വേഴ്സസ് മലേഷ്യ മത്സരം നാളെ നടക്കാൻ പോകുന്ന ഇന്ത്യയുടെ ഇന്റർനാഷണൽ ഫ്രണ്ട്ലി മത്സരത്തെ പറ്റിയാണ്. ഈ ഒരു മത്സരത്തെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ മലേഷ്യയെ പറ്റി ഓൾറെഡി കഴിഞ്ഞൊരു വീഡിയോയിൽ സംസാരിച്ചു കഴിഞ്ഞു. നോ ഓപ്പണൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സെഗ്മെന്റിൽ. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യക്ക് എന്തുകൊണ്ട് ഈ ഒരു മത്സരത്തിൽ വിജയിക്കണം എന്നുള്ള ഒരു കാര്യങ്ങൾ ചോദിച്ചാൽ ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. കാരണം ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കേണ്ടില്ല, നമുക്ക് മത്സരത്തിന് ശേഷം പറയാം. സോ എന്തുകൊണ്ട് വിജയിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്താണ് അവസാനമായിട്ട് ഒരു വിജയം സ്വന്തമാക്കുന്നത്. അത് കുവൈറ്റിനെതിരെ നടന്ന മത്സരമാണ്. അതിനുശേഷം നമ്മൾ ഇതേവരെ വിജയിച്ചിട്ടില്ല. 2024 നമ്മൾ സമ്പൂർണ്ണമായിട്ടും ഒരു തോൽവി, പിന്നെ ഇടയ്ക്ക് സമനില, അങ്ങനെ ഒരു വിജയം സ്വന്തമാക്കാത്തൊരു വർഷമായിരുന്നു. അതുപോലെ മനോള എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ കോച്ച് വരുന്നു, അദ്ദേഹത്തിൻ്റെ അണ്ടറിലും ഇതേവരെ ഒരു വിജയം സ്വന്തമാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതുപോലെ മലേഷ്യക്കെതിരെ നമുക്കൊരു 2022 മർഡേക്ക കപ്പിൽ ഉണ്ടായിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് അറിയാമല്ലോ. അവർ മലേഷ്യ വിജയിച്ചെങ്കിലും അതൊരു അൺഫെയർ ആയിട്ടുള്ളൊരു വിജയം എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു റൈവലറി അവിടെ കിടപ്പുണ്ട്. ഓൾസോ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ നിലവിലത്തെ ഒരു അവസ്ഥ, സാഹചര്യം നമ്മൾ ഫെഡറേഷൻ ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെ ഒരു ഡാർക്ക് സ്റ്റേജിലേക്കാണ് പോകുന്നത്. അപ്പം അതിൽ നമുക്ക് ഈ പറയുന്നത് പോലെ ഒരു മരുഭൂമിയിൽ ഒരു മഴ കിട്ടുന്നത് പോലെയൊക്കെയുള്ള ഒരു ആശ്വാസം നൽകുന്ന ഒരു തരത്തിൽ ഈ ഒരു മത്സരം വിജയിച്ചാൽ കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീല് കിട്ടും എന്നുള്ളതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും പ്രിപ്പറേഷൻ അത്യാവശ്യം ടൈം കിട്ടി. അതിനുള്ള ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ നമ്മൾ ആകെപ്പാട് ഒറ്റ ഫ്രണ്ട്ലി മാത്രമേ കളിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ മലേഷ്യ ലാവോസിനെതിരെ ഒരു ഫ്രണ്ട്ലി കളിച്ചിട്ടാണ് ഇപ്പോൾ കളിക്കാനായിട്ട് വരുന്നത്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സമയം കോച്ചിന് കിട്ടി പ്ലേയേഴ്സിനെയൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ. കുറച്ച് പുതിയ താരങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ. പിന്നെ ആദ്യം പ്രഖ്യാപിച്ചതിൽ നിന്ന് ചില ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ തൊയ്ബ സിംഗ് ആഡ് ആകുന്നുണ്ട്. സോ ചില ഇഞ്ചുറീസ് പ്ലേയേഴ്സിനൊക്കെ സംഭവിച്ചത് മൂലം ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന ഒരു കാര്യം, ആശിഷ് റായ്ക്ക് ഇഞ്ചേർഡായിട്ട് പകരം ജയ്ഗുപ്തെ ആഡ് ചെയ്തു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. എന്താണെങ്കിലും ഇന്ത്യ ഇപ്പം കഴിഞ്ഞൊക്കെ മാച്ചിലൊക്കെ പോലെ തന്നെ ഒരു ഹാഫ് കുറച്ചൊന്ന് ഡിഫെൻഡ് ചെയ്ത് കളിച്ച്, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലായിരിക്കും കുറച്ചും കൂടി ഒരു അഗ്രസീവ് അല്ലെങ്കിൽ അറ്റാക്കിംഗ് ഫുട്ബോളിനൊക്കെയുള്ള സാധ്യത എന്നുള്ളതാണ്. സോ കഴിഞ്ഞ മത്സരത്തിലെ ആ 3-4-3 ഒക്കെ ഏറെക്കുറെ വർക്കായതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അപ്പം ആ തരത്തിൽ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്ത്യയുടെ ഒരു എക്സ്പെക്റ്റഡ് 11 ഒന്ന് പരിശോധിക്കുന്ന സമയത്ത് ഗോൾ കീപ്പർ എന്ന നിലയിൽ ഗുർപ്രീത് സിംഗ് സന്ധു, 3 മെൻ സെൻറ്റർ ബാക്സ് ആയിരിക്കും. അതിൽ രാഹുൽ ഭയ്ക്ക് പരിഗണിക്കാനാണ് സാധ്യത കൂടുതൽ. പക്ഷേ പേഴ്സണലി എനിക്ക് തോന്നുന്നത് ചിലപ്പം സന സിംഗ് തന്നെ വരുമെന്നുള്ളതാണ്, ജിങ്കനും അൻവർ അലിക്കൊപ്പം. അതുപോലെ മിഡ്ഫീൽഡിലേക്ക് വരുന്നൊരു സമയത്ത് അപ്പുയ ആൻഡ് സുരേഷ്, ഒരു റൈറ്റ് വിങ് ബാക്ക് എന്ന നിലയിൽ ആശിഷ് റായ് ആണ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ ആശിഷ് റായ് ഇഞ്ചുറിയൊക്കെ പറ്റിയ സാഹചര്യത്തിൽ മിക്കവാറും എനിക്ക് തോന്നുന്നു റോഷനെ അവിടെ, അതായത് 2 വിങ് കളിക്കുന്ന പ്ലെയറാണ്. പിന്നെ അല്ലെങ്കിൽ വാൽപ്പുയ കുറച്ചും കൂടി ഒരു ഫുൾ ബാക്ക് ലെവലിൽ കളിക്കുന്ന പ്ലെയറാണ്. അപ്പം റോഷനെ അവിടെ കൊണ്ടുവന്നിട്ട് ലെഫ്റ്റിൽ ആകാശ് സംഗാൻ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇനി അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും ബ്രാൻഡൻ ചാങ്ദെ ആൻഡ് സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ ഫറൂഖ് ചൗധരി, ഇതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പറഞ്ഞ പോലെ സെക്കൻഡ് ഹാഫിൽ വിപിനെയും അതുപോലെ തന്നെ ജിതിൻ എംഎസിനെയും അങ്ങനത്തെ പ്ലേയേഴ്സിനെ, എഡ്മണ്ടിനെയൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ ആശിഷ് ഇല്ലാതെ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ വരുന്നത്. ഇനിയിപ്പോൾ ആശിഷ് ഇല്ലാത്തൊരു സാഹചര്യം ഇനി ഒരു 4-man ഡിഫൻസിലേക്ക് തന്നെ മാറുമോ എന്നുള്ള കാര്യത്തിൽ, അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ വാൽപ്പുയക്കൊക്കെയുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സോ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക.